നമസ്കാരം, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് മാങ്ങ വെച്ചുള്ള ഒരു അടിപൊളി ഡിഷ് തയ്യാറാക്കാം. നല്ല സ്വീറ്റ് ആയിട്ടുള്ളൊരു ഡിഷാണിത്. നല്ല മധുരമുള്ള മാങ്ങ, അധികം നാരുകളില്ലാത്തത് വേണം ഇതിനു വേണ്ടി ഉപയോഗിക്കാനായിട്ട്. ഇപ്പം മാങ്ങയുടെ സീസണാണ്, അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാവർക്കും ഇത് ഉണ്ടാക്കി നോക്കാൻ പറ്റും. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡിഷാണിത്. എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. എന്താണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ എന്ത് ഡിഷാണ് ഞാൻ ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. നമുക്ക് പഴുത്ത മാങ്ങ വെച്ചുള്ള നല്ലൊരു സ്വീറ്റ് ഡിഷ് ഇന്ന് ഉണ്ടാക്കാം. കേക്ക് പോലെയൊക്കെ തന്നെ ഇരിക്കുന്ന ഒരു ഡെസേർട്ടാണിത്. ഇത് ഉണ്ടാക്കാനായിട്ട് ആദ്യമായിട്ട് നമ്മൾ നല്ല പഴുത്ത് മധുരമുള്ള മാങ്ങ എടുത്തിട്ട് നല്ല തൊലിയൊക്കെ കളഞ്ഞ് ക്യൂബ്സാക്കി അരിഞ്ഞെടുത്തിട്ട് അത് മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുക്കണം. ഇതിലേക്കൊരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ട് നമുക്കൊന്ന് അടിച്ചെടുക്കാം. മധുരം തീരെ കുറഞ്ഞ മാങ്ങയാണെങ്കിൽ കുറച്ചുകൂടി പഞ്ചസാര ഇടുന്നത് നല്ലതായിരിക്കും. പിന്നെ മധുരത്തിന് നമ്മൾ കണ്ടൻസ്ഡ് മിൽക്കും കൂടി യൂസ് ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് അതിൻ്റെ ആവശ്യമില്ല. ഇനി നമുക്ക് ഇതിനകത്തേക്ക് വേണ്ട ഡ്രൈ ഇൻഗ്രീഡിയൻസ് റെഡിയാക്കാം. ഗോതമ്പ് പൊടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. 240 ml കപ്പിന് 1.5 കപ്പ്. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1 നുള്ളു ഉപ്പ്. ഇത്രയും കൂടി ഇട്ട് നമുക്കൊന്ന് നല്ലവണ്ണം അരിച്ചെടുക്കണം. 2-3 പ്രാവശ്യം ഒന്ന് അരിച്ചെടുക്കാം. എല്ലാ ഇൻഗ്രീഡിയൻസും എല്ലായിടത്തും ഒരുപോലെ വരുന്നതിനാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി നമുക്കൊന്ന് സ്റ്റൗ ടോപ്പിലേക്ക് ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് ഒരു 100 ഗ്രാം ബട്ടർ ഇട്ട് കൊടുക്കാം. ബട്ടർ ഇട്ടാകുമ്പം തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യണം, അല്ലെങ്കിൽ അത് കരിഞ്ഞു പോകും. ആ പാനിൻ്റെ ചൂട് കൊണ്ട് ഇത് മെൽറ്റായിക്കോളും. നല്ലവണ്ണം മെൽറ്റാക്കി എടുത്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് 200 ഗ്രാം കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിക്കണം. അതായത് നമ്മുടെ ഒരു ബോട്ടിൽ കണ്ടൻസ്ഡ് മിൽക്കിൻ്റെ പകുതി അത്രയും കണ്ടൻസ്ഡ് മിൽക്ക് നമുക്ക് ഇതിലേക്ക് ഒഴിക്കാം. എന്നിട്ട് ഇത് രണ്ടും കൂടി ഒന്ന് നല്ലവണ്ണം യോജിപ്പിക്കണം. ബട്ടറും ഇതും കൂടി യോജിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ വിസ്ക് എടുത്തിട്ട് ആ ഒരു ചെറിയ ചൂടും കൂടി ഉണ്ടല്ലോ അതിൽ വെച്ച് ഇത് നല്ലവണ്ണം ഒന്ന് യോജിച്ചോളും. വേണമെങ്കിൽ ഒന്ന് ഫ്ലെയിം ചെറുതായിട്ടൊന്ന് ഓൺ ചെയ്ത് കൊടുക്കാം. കൂട്ടി വയ്ക്കുകയേ ചെയ്യരുത്. ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്തിട്ട് ഇത് ജസ്റ്റ് ഒന്ന് മിക്സ് ആകുമ്പോൾ തന്നെ വേഗം ഓഫ് ചെയ്യുക. തിളയ്ക്കാനൊന്നും അനുവദിക്കരുത്. അങ്ങനെയും ചെയ്യാം. ഇപ്പം നല്ലവണ്ണം മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അരച്ചു വെച്ചിരിക്കുന്ന മാംഗോ പൾപ്പ് ഇട്ട് കൊടുക്കാം. അതും 1 കപ്പാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. 240 ml കപ്പിന് 1 കപ്പ്. ഇനി ഇത് മൂന്നും കൂടി നല്ലവണ്ണം ഒന്ന് യോജിപ്പിക്കാം. നല്ലവണ്ണം യോജിച്ചതിന് ശേഷം നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഏലക്കപ്പൊടിയോ അല്ലെങ്കിൽ സിനമൺ പൗഡറോ എന്തെങ്കിലും കുറച്ചിട്ട് കൊടുക്കാം. 1/2 ടീസ്പൂണോളം ഇട്ട് കൊടുക്കാം. നിർബന്ധമില്ല, പക്ഷേ അപ്പോൾ ചെറിയൊരു ഫ്ലേവറും കൂടി നമ്മുടെ ഡെസേർട്ടിന് കിട്ടും. ഇപ്പം ഇതെല്ലാം കൂടി നല്ലവണ്ണം യോജിച്ചിട്ടുണ്ട്. ഇത് നമുക്ക് വേറൊരു വലിയ പാത്രത്തിലേക്ക് മാറ്റാം. നല്ലവണ്ണം ഒന്ന് ഇളക്കി കൊടുക്കാം. നേരത്തേത് കുറച്ച് ചെറിയ പാത്രമായിരുന്നു. ഇപ്പം നമ്മുടെ വെറ്റ് ഇൻഗ്രീഡിയൻറ്റ് റെഡിയായി. ഇനി നമുക്ക് നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. കുറേശ്ശെ ആഡ് ചെയ്തിട്ട് മിക്സ് ചെയ്യണം. കട്ട കെട്ടാതെ സൂക്ഷിക്കണം. ഇപ്പം നല്ലവണ്ണം ഇതുപോലെ മിക്സ് ആയിട്ടുണ്ട്. റിബൺ സ്റ്റേജ് എന്ന് പറയും. ആ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമ്മളിത് കുഴച്ചെടുക്കേണ്ടത്. ഇനിയിപ്പം നമുക്കൊരു കേക്ക് ട്രേ എടുത്തിട്ട് അതിലേക്ക് നല്ലവണ്ണം ബട്ടർ തടവി കൊടുക്കാം. പിന്നെ ഞാനൊരു ലോങ് ആയിട്ടുള്ളൊരു ട്രേയും എടുക്കുന്നുണ്ട്. അതിലേക്കും നമുക്ക് ബട്ടർ തടവി കൊടുക്കാം. ബാറ്റർ ഇതിലേക്ക് ഒഴിക്കാം. ഇതിനകത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഓയിൽ പേപ്പർ ഇട്ട് കൊടുക്കാവുന്നതാണ്. അപ്പം ഞാൻ ലോങ് ആയിട്ടുള്ളത് ഓവനകത്തും മറ്റേത് സ്റ്റൗ ടോപ്പിൽ വെച്ചൊരു കുക്കറിലുമാണ് ബേക്ക് ചെയ്തെടുക്കുന്നത്. 200 ഡിഗ്രിയിൽ 10 മിനിറ്റ്സ് പ്രീ ഹീറ്റ് ചെയ്ത് ഓവനകത്തേക്ക് ഇത് നമുക്ക് മാറ്റാം. അതുപോലെ തന്നെ നമ്മുടെ ഒരു പഴയ കുക്കർ എടുത്ത് ഞാനതൊന്ന് സ്റ്റൗവിൻ്റെ മുകളിൽ ഹീറ്റാവാൻ വെച്ചിട്ടുണ്ട്. അതൊരു 10 മിനിറ്റ്സോളം ഒന്ന് പ്രീ ഹീറ്റ് ചെയ്യണം. ഇതുപോലെ വെച്ചിരുന്നു. ഇനി അതിനകത്തേക്ക് നമുക്ക് ബാറ്റർ ഇറക്കി വയ്ക്കാം. ഇത് നല്ലൊരു ദോശക്കല്ല് വെച്ച് ഞാനൊന്ന് മൂടി വയ്ക്കുന്നുണ്ട്.
ഇപ്പോൾ ഒരു 25 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. മൈക്രോവേവിൽ വെച്ച കേക്ക് റെഡി ആയിട്ടുണ്ട്. 30 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമ്മൾ സ്റ്റൗ ടോപ്പിൽ കുക്കറിൽ വെച്ച കേക്കും റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് രണ്ടും ഒന്ന് നല്ലോണം തണുക്കാൻ വെക്കണം. തണുത്തതിന് ശേഷം നമുക്കിത് ട്രേയിൽ നിന്ന് മാറ്റാം. ഇപ്പം 2 കേക്ക് ഞാൻ ഇതുപോലെ ട്രേയിൽ നിന്ന് മാറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഫില്ലിങ്ങിനായിട്ട് നമുക്കൊരു മാംഗോ ഫ്രോസ്റ്റിംഗ് തയ്യാറാക്കാം. അതിനായിട്ട് ഞാൻ 1/2 കപ്പ് വിപ്പിംഗ് ക്രീമും 1/2 കപ്പ് മാംഗോ പൾപ്പും, നേരത്തെ നമ്മൾ തയ്യാറാക്കി വെച്ചിരുന്ന പൾപ്പ് അത് കുറച്ച് ബാക്കി വെച്ചിരുന്നു, 2 ടേബിൾ സ്പൂൺ കണ്ടൻസ്ഡ് മിൽക്കും കൂടി ഒഴിച്ചിട്ട് നല്ലവണ്ണം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. നല്ലവണ്ണം ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇപ്പോൾ ഇതുപോലെ. ഇനി നമുക്ക് കേക്ക് ഒന്ന് ഈക്വൽ ഹാഫ്സ് ആയിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇനി അതിൻ്റെ ഇടയിലേക്ക് നമുക്ക് ഈ ഫ്രോസ്റ്റിംഗ് വെച്ച് കൊടുക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഫ്രോസ്റ്റിംഗ് ആണ്. നിങ്ങളെല്ലാവരും ഇത് തയ്യാറാക്കി നോക്കാൻ മറക്കരുത്. നല്ല ടേസ്റ്റി ആയിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇനി നമുക്ക് ഫ്രിഡ്ജിലേക്ക് മാറ്റാം. ഇതും ഞാൻ 2ആയിട്ട് സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിലും അതുപോലെ തന്നെ ഫില്ല് ചെയ്തെടുത്ത് ഇതിൻ്റെ ഇടയ്ക്ക് നല്ലവണ്ണം ഇതുപോലെ ഫില്ല് ചെയ്തിട്ടുണ്ട്. ഇനി മറ്റേ പീസ് എടുത്ത് ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കാം. ഫ്രോസ്റ്റിംഗ് വെച്ച് ടോപ്പിലുമൊക്കെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഫ്രോസ്റ്റിംഗ് ഒന്നും ഇടാതെ തന്നെ ഇത് കേക്ക് പോലെ കഴിക്കാനും പറ്റും. അതിനും നല്ല ടേസ്റ്റാണ്. ഇങ്ങനെ ഇതിനെ ഉള്ളിൽ ഫില്ല് ചെയ്ത് കഴിക്കുമ്പോൾ ഒന്നുകൂടി ടേസ്റ്റാണ്. ഇതും നമുക്കൊന്ന് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുക്കാം. അതിന് ശേഷം കട്ട് ചെയ്ത് ഉപയോഗിക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു മാംഗോ വെച്ചുള്ളൊരു ഡിഷാണിത്. ഈ സീസണിൽ നിങ്ങളെല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്സൊക്കെ അറിയിക്കണം. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു നല്ലൊരു സ്വീറ്റ് ഡിഷാണ് ഇത്. നമുക്കിനി ഫ്രിഡ്ജിലേക്ക് മാറ്റാം. ഇതിപ്പോൾ ഞാൻ 1 മണിക്കൂറിന് ശേഷം ഫ്രിഡ്ജിൽ നിന്ന് എടുത്തതാണ്. ഇനി ഇത് നമുക്കൊന്ന് കട്ട് ചെയ്യാം. ഇതുപോലെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള സോഫ്റ്റ് ആൻഡ് ജ്യൂസി ആയിട്ടുള്ള ഡെസേർട്ട് റെഡി. ഇതും ഇപ്പോൾ ഞാൻ 1 മണിക്കൂറിന് ശേഷം ഫ്രിഡ്ജിൽ നിന്നും എടുത്തു. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്യാം. കട്ട് ചെയ്ത് നമുക്ക് കഴിക്കാൻ ടേസ്റ്റി ആയിട്ടുള്ള ഡെസേർട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ പുതിയ വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.